പുഷ്പ 1 ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഒന്നും പുഷ്പ 2-നില്ല. തുറന്നു തന്നെ പറയാം. കാണേണ്ടവരൊക്കെ പോയി കാണാം. പക്ഷെ ഒരു അഭിപ്രായം പറയണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. പുഷ്പ 1 കണ്ടവർക്ക് ഒരു കാരണവശാലും പുഷ്പ 2 ഇഷ്ടപ്പെടത്തില്ല. അമ്മാതിരി വെറുപ്പില്ല. ഫഹദ് അഭിനയം കുഴപ്പമില്ലെങ്കിൽ കൂടി ഫഹദ് ഒരു കോമാളിയാകുന്ന പോലൊക്കെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നു. അല്ലു അർജുനൊക്കെ എന്തോ പറക്കുവാണ്, ഇതിലൊക്കെ പറന്നാണ്, എപ്പൊ നോക്കിയാലും പറക്കുവാണ്. ഇതെന്ത് തമിഴ് തെലുങ്കിലൊക്കെ ചിലപ്പോ ഒരു പക്ഷേ അത് വർക്കാകുമായിരിക്കും. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾക്ക് അതൊന്നും ഗ്രഹിക്കത്തില്ല. പക്ഷെ ഒരു പന്നപ്പടമാണ്, വളരെ മോശപ്പെട്ട പടം. ഇതൊരു 3-3.5 മണിക്കൂറൊക്കെ മനുഷ്യനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയില്ലേ. എന്തൊരു പുറത്തിലാണ് ഇത്. ഇനി പുഷ്പ 3 കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒത്ത് എന്തിനാണ് ഇത്രയും കിടക്കുന്നത്? ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു ത്രൂ ആയിട്ട് എന്തെങ്കിലും കഥ വേണം, നല്ലൊരു തീം ഉണ്ടായിരുന്നില്ലേ. അതൊന്നും ഇല്ലെന്നേ. നമ്മൾ 1-ല് ഒരുപാട് പ്രതീക്ഷിച്ച് കണ്ടു, അതിനൊരു എൻഡിങ് നല്ലൊരു രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ, പിന്നെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ 2 വളരെ ബോറാണ്. 3 ഇതിനെക്കാട്ടിലും ബോറാകുമെന്ന് നമുക്ക് അറിയത്തില്ല. ടിവിക്ക് വേണ്ടി ആരും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് 2 കണ്ടിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അവരൊക്കെ പോയി കാണും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ടിവിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഒന്ന് കാണാം. എനിക്ക് ഇതിനെക്കാട്ടും നല്ലത് വാലിബനായിരുന്നു.